കഴിഞ്ഞ ദിവസം ഈ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിലേക്ക് പോകുന്നു, സമാധാന കരാർ ഉടനെ ഉണ്ടാകുമെന്നൊക്കെ തള്ളിമറിച്ച ട്രംപ് പറഞ്ഞതൊന്നുമല്ല സത്യമെന്ന് ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നു. ഏതായാലും ട്രംപും ഇപ്പോൾ അത് അംഗീകരിച്ച മട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം AI ചിത്രമായിരുന്നു. അതില് കത്തി അമരുന്ന ഇറാന്റെ കപ്പലുകളും ഒപ്പം അതിന് മുകളിലൂടെ പറന്നു പോകുന്ന ഒരു ഡ്രോണിനെയുമൊക്കെ അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത് തങ്ങൾ ഒരു കരാറിലേക്ക് എത്തിയിട്ടില്ല, തങ്ങളുടെ മരവിപ്പിച്ച സ്വത്ത് തിരികെ നൽകണം, അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കിയാൽ മാത്രമാണ് ഹോർമൂസിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇതൊക്കെ ഇറാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കരാറ് എങ്ങും ഇതുവരെ എത്തിയിട്ടില്ല. മധ്യസ്ഥതയ്ക്ക് പോയവരെല്ലാം പരാജയപ്പെട്ടു എന്നാണ്. അവർ പല രീതിയിലുള്ള ചർച്ചകളാണ്, അത് ഭരണകൂടവുമായി മാത്രമല്ല, നയതന്ത്ര വിദഗ്ധരുമായി മാത്രമല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പുകളുമായിട്ട് പോലും ഈ പറയുന്ന മുനീറും ടീമും ഒക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷെ ചർച്ചകൾ എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞത് സമ്പുഷ്ട യുറേനിയം ഒക്കെ തിരിച്ചു തരാമെന്ന് ഇറാൻ പറഞ്ഞെങ്കിൽ ആ യുറേനിയത്തെ കുറിച്ച് ഒന്നും തന്നെ ഇറാൻ പറയുന്നില്ല. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ഉപരോധങ്ങൾ നീക്കുക, ഞങ്ങളുടെ പിടിച്ചെടുത്ത, ഞങ്ങളുടെ അല്ലെങ്കിൽ മരവിപ്പിച്ച ഞങ്ങളുടെ സ്വത്ത് തിരിച്ചു നൽകുക, അങ്ങനെ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ എന്ന് അമേരിക്ക പറയുന്നത്. ഇപ്പോൾ ഈ കരാർ ഒപ്പിട്ടതിനു ശേഷം ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ ഓരോന്നായി നിങ്ങൾ നടപ്പാക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ ഈ ഉപരോധം പിൻവലിക്കും, ഒപ്പം തന്നെ നിങ്ങളുടെ സ്വത്തുക്കൾ ഭാഗികമായി തിരിച്ചു തരുമെന്നാണ്. അതായത് ഈ ചർച്ച എങ്ങുമെത്താനുള്ള വഴി ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.